സൈഡിൽ കാണുന്നത് കോൺഗ്രസ് നേതാവായ താര ടോജോ അലക്സ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. ഇത് അവരുടെ ഓൺ ഫേസ്ബുക്ക് പേജ് ആണോ എന്ന് ചോദിച്ചാൽ 1-2 പേജുകളൊക്കെ കാണുന്നുണ്ട്, വാട്ട് എവർ. എന്നിട്ട് അതിനൊരു ക്യാപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ഷൻ ഞാനൊന്ന് വായിക്കാം. ഒരു വശത്ത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യൻ ടീം ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ ഹോക്കി ഇതിഹാസം ഒളിമ്പ്യൻ പത്മശ്രീ മുഹമ്മദ് ഷാഹിദിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വാരണാസിയിലെ വീട് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തുകയാണ്. അന്തരിച്ച ഷാഹിദിന്റെ കുടുംബാംഗങ്ങളും കായിക പ്രേമികളും ഒരു ദിവസത്തെ സാവകാശത്തിനായി കേണപേക്ഷിച്ചിട്ടും അത് വകവയ്ക്കാതെയാണ് പോലീസ് അകമ്പടിയിൽ ബുൾഡോസറുകളുമായി എത്തിയ റവന്യൂ വിഭാഗവും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ചേർന്ന് ഷാഹിദിന്റേതുൾപ്പെടെ മേഖലയിലെ 13 വീടുകൾ പൊളിച്ചു മാറ്റിയത്. യോഗി ആദിത്യനാഥിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിലൂടെ LDF സർക്കാർ അയാളുടെ മനുഷ്യവിരുദ്ധതയും വർഗീയതയെയും ബുൾഡോസർ രാജിനെയും പ്രത്യക്ഷമായി അംഗീകരിക്കുന്നുവെന്ന സത്യം തന്നെയാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താ പറയുന്നത്? പത്മശ്രീ പുരസ്കാരം വാങ്ങിച്ചിട്ടുള്ള ഒരു ഹോക്കി പ്ലെയറിനെ മുസ്ലിം ആയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പൈതൃകമുള്ള ആ വീട്, വാരണാസിയിലെ വീട്, യോഗി മനഃപൂർവ്വം ഇടിച്ചു നിരത്തുകയാണ്. ഇപ്പുറത്ത് പാകിസ്ഥാന്റെ കാര്യവും ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നാ പറഞ്ഞത്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് കംപ്ലീറ്റ്ലി ഒരു നീതികേടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്യാമോ? വെറുതെ ഒരാളുടെ വീട്, അതും ഒരു പത്മശ്രീ ഒക്കെ വാങ്ങിയ ഒരു വ്യക്തിയുടെ വീട് ഇങ്ങനെ പോയി ഇടിച്ചു നിരത്താമോ? ഇത് ഫാസിസം അല്ലേ ഇവർ പറയുന്നു അല്ലേ എന്ന് തോന്നില്ലേ? വെറുതെ ഒരാളുടെ വീട് പോയി ഇടിച്ചു നിരത്താൻ യോഗി ആദിത്യനാഥിന് തലക്ക് വെളിവില്ല എന്നെന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എനിക്കും അഭിപ്രായമില്ല. അപ്പൊ there should be a reason. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. വീട് ഇടിച്ചു നിരത്താൻ എന്താണ് കാരണം? വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതെല്ലാം കുറെ ഫാക്ട് ചെക്കുകളും രാജ്യത്തിനോട് അടുത്ത് നിൽക്കുന്ന വാർത്തകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകണ്ട, അല്ലെങ്കിൽ സത്യങ്ങൾ ആളുകൾ അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേര് കൂട്ടമായിട്ട് നമ്മുടെ വീഡിയോസിന് റിപ്പോർട്ട് അടിച്ച് അതിന്റെ റീച്ചും താഴ്ത്തി മോണിറ്റൈസേഷൻ, അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ വീഡിയോ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാന മാർഗം ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ പൈസ കിട്ടാതായി കഴിയുമ്പോൾ ഇവൾ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കോളും. അപ്പൊ അറിയേണ്ട കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് അങ്ങനെ ആരും അറിയിക്കേണ്ട എന്നൊരു അജണ്ടയോട് കൂടി തന്നെയാണ് മനഃപൂർവ്വം കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ തോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കരകയറി വരുന്നത് വരെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് കാണുന്ന പ്രേക്ഷകരോട് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മളെ പ്രേക്ഷകരെ സഹായിച്ചു വരുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം ഒന്ന് സോർട്ട് ആകുന്നത് വരെ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ എനിക്ക് ആവശ്യമാണ്. അതുപോലെ റീച്ച് പഴയ പോലെ വരാനായിട്ട് ഇനി പേയ്മെന്റ് കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടിട്ട് വിരളി പിടിക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ ചെയ്യുന്ന എന്താണോ അത് തുടർന്നോളൂ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന 1000 ആൾക്കാരുണ്ട്, എനിക്കത് മതി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. താര ടോജോ അലക്സിന്റെ ഈ വീഡിയോ അത് നിങ്ങൾ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോളൂ. ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദാരുണമായിട്ട് തോന്നുന്നുണ്ട് അല്ലെ? എന്തൊരു കഷ്ടമാണിത്. ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഹോക്കി പ്ലെയർ ആയ പത്മശ്രീ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പൈതൃകപരമായിട്ടുള്ള വീട്. അപ്പൊ നമുക്കറിയാം, മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മഹത്തായ ജീവിതം ജീവിച്ച വ്യക്തികൾ അതിന്റെ അടയാളമായിട്ടാണല്ലോ പത്മശ്രീ ഒക്കെ കൊടുക്കുന്നത്. കോൺഗ്രസ് കാലത്ത് എന്തിനാ പത്മശ്രീ കൊടുത്തെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമ്മളിപ്പോ സംസാരിക്കണ്ട. ഓക്കെ, ഇദ്ദേഹത്തിനെ നമ്മൾ അതും പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ, അത് വിടുക. അപ്പൊ പത്മശ്രീ കിട്ടിയ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീട് എന്ത് കാരണത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഇടിച്ചു നിർത്തുന്നത്? ഇങ്ങനെ ഇടിച്ചു നിർത്തുന്നത് ശരിയാണോ? അപ്പൊ ഇതിനെ പറ്റിയിട്ട് താര ടോജോ അലക്സിന് മാത്രമല്ലല്ലോ അറിയാവുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയാണ്. ആസ് യൂഷ്വൽ ഇംഗ്ലീഷിലാണ്, മലയാളം അവൈലബിൾ അല്ല. മലയാളത്തിൽ വായിക്കാൻ മാത്രം, വായിച്ച് മനസ്സിലാക്കാൻ മാത്രം അറിയാവുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് അവർക്കറിയാൻ യാതൊരു മാർഗവും ഇല്ല. ഇത് തന്നെയാണ് താര ടോജോ അലക്സിനെ പോലെയുള്ള കോൺഗ്രസ്സുകാരുടെ ഉദ്ദേശവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ത്യ ടുഡേയിലെ ആ വാർത്ത വെച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നതിനെ പറ്റി കാണിച്ചു തരാം. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ യഥാർത്ഥ സ്ഥലത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഹോക്കി പ്ലെയറുടെ ഭാര്യ പർവീൻ എന്നാണ് അവരുടെ പേര്, അവരുമായിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ്. അതുപോലെ ഈ പൊളിക്കാൻ വന്ന പോലീസുകാരും PWD ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആളുകളുണ്ട്. PW കാരാണ് കേട്ടോ പൊളിക്കുന്നത്. എന്തിനു വേണ്ടിയാ PW പൊളിക്കുന്നത്? ഇവിടെ പൊതുമരാമത്ത് വകുപ്പുണ്ടല്ലോ, സെയിം PW. അവര് വെറുതെ പോയിട്ട് ആൾക്കാരുടെ വീട് പൊളിക്കാറുണ്ടോ? മുസ്ലിം ആയതിന്റെ പേരിൽ, ഹിന്ദു ആയതിന്റെ പേരിൽ
അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തലക്കോളം വേണം. അപ്പൊ ഇവിടെ അതില്ല. അപ്പൊ അതുകൊണ്ട് PWക്കാരാണ് പൊളിക്കുന്നത്. 2 റീസൺസ് ആണ് പൊളിക്കുന്നതിലുള്ളത്. ഇത് പറഞ്ഞത് ആരാണ്? പർവീൺ എന്ന് പറയുന്ന മരിച്ചുപോയ പത്മശ്രീ ജേതാവായ ഹോക്കി പ്ലെയറുടെ ഭാര്യ. അവര് പറയുന്ന വിവരങ്ങൾ പ്രകാരം ഈ വീട് ഇവരുടെ പൂർവികർ ഉപയോഗിച്ച് വന്നിരുന്ന വീടാണ്. പക്ഷേ ലാൻഡിന്റെ യാതൊരു രേഖകളും ഇല്ല. അതായത് സർക്കാർ വക ഭൂമി, നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഭാഷയിൽ, നാട്ടുഭാഷയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ പുറമ്പോക്ക് ഭൂമിയിൽ ഇവര് ഉണ്ടാക്കി വെച്ച ഇവരുടെ പൂർവിക സ്വത്താണ് ഈ വീട്. ഇതിൽ മൊത്തം ഉള്ളത് 9 അവകാശികളാണ്. ഈ വീട് അവർ പറയുന്നുണ്ട് ലാൻഡിന് യാതൊരു രീതിയിലുള്ള ഓണർഷിപ്പും കാര്യങ്ങളും ഇല്ല. പക്ഷെ നമുക്കറിയാം കുറെ വർഷങ്ങൾ പുറമ്പോക്കിലാണെങ്കിലും ഒരു കുടുംബം വീട് വെച്ച് താമസിച്ചാൽ അവർക്ക് അവിടെ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ അത് മാറ്റി ഗവൺമെന്റിന് ആ സ്ഥലം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബദലായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം. കാരണം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, സ്ഥലം അവരുടേതാണെന്ന് ഗവൺമെന്റിന്റെ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഓരോ വ്യക്തിക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതും അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെ. അപ്പൊ 9 അവകാശികളിൽ ഒരാൾ സ്ത്രീയാണ്, അവർക്ക് നഷ്ടപരിഹാരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഹോക്കി പ്ലെയറുടെ സഹോദരിയാണ് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള 8 പേർക്ക് ആളൊന്നിന് 32 ലക്ഷം രൂപ വെച്ചിട്ട് കൊടുത്തിട്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ചെയ്തത്. എന്താ താര ടോജോ അലക്സ അതിനെ പറ്റി മിണ്ടാത്തത്? ഈ പർവീൺ എന്ന് പറയുന്ന ഹോക്കി പ്ലെയറുടെ ഭാര്യ അടക്കം ആ പേയ്മെന്റ് വാങ്ങിച്ച് അവിടെ നിന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞു. ആ റോഡ് അവിടെ പുതുക്കിപ്പണിയാണ്. വലിയൊരു പ്രോജക്ട് വരുവാണ് ഗവൺമെന്റിന്റെ. കച്ചഹാരിയിൽ നിന്നും ആശാപൂരിലേക്കുള്ള 9 കിലോമീറ്റർ ഉള്ള ഒരു റോഡ് വൈഡർ ആക്കി ചെയ്യുക, അതായത് വീതി കൂട്ടുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ള എല്ലാ വീടുകളും ഓൾമോസ്റ്റ് ഈ പറയുന്ന ലാൻഡിന്റെ രേഖകൾ ഒന്നും ഇല്ലാത്ത വീടുകളാണ്. ചിലതൊക്കെ മുഴുവനായും ചിലതൊക്കെ ഭാഗികമായും ആണ് പൊളിച്ചു മാറ്റുന്നത്. എല്ലാവർക്കും തന്നെ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു. അതായത് പൊളിക്കുന്നേക്ക് മുന്നേ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു. ഈ പറയുന്ന പത്മശ്രീ ജേതാവിന്റെ വീടിന്റെ ഭാഗികമായിട്ടാണ് പൊളിച്ചു മാറ്റുന്നത്, മുഴുവനായിട്ടല്ല. 2 പേര് ഇപ്പൊ ഈ താര ടോജോ അലക്സ് പങ്കുവെച്ചിരിക്കുന്ന അതിനകത്ത് കിടന്ന് കരയുന്ന 2 പേരുണ്ടല്ലോ, അത് ഈ പറയുന്ന നഷ്ടപരിഹാരം മേടിച്ച് പോവാൻ താല്പര്യമില്ലാത്ത ഇദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് പോവാൻ താല്പര്യമില്ലാത്തത്? ഇവർ ആ വീട് തന്നെ വേണം, അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തണം, അതുകൊണ്ടല്ല. 32 ലക്ഷം പോരാ. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ബാക്കി ഉള്ള സഹോദരങ്ങൾ, അതായത് ബാക്കിയുള്ള 9 അവകാശികളിൽ ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. 6 പേര് 32 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചു. 2 പേര് അത് വാങ്ങിച്ചിട്ടില്ല. അവരാണ് അവിടെ നിന്നുകൊണ്ട് പൊളിക്കല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ ആയിട്ടില്ല. നമ്മൾ 32 പോരാന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സെറ്റിൽ ആക്കിയിട്ടില്ല. സംസാരിച്ച് ചർച്ച ചെയ്ത് കുറച്ചുകൂടി കൂട്ടി കിട്ടണം കാശ്. അത് കിട്ടാതെ ഇത് പൊളിച്ചു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ഈ 32 കിട്ടാതായി പോയാലോ? അതിന്റെ പേരിലാണ് അവിടെ കടന്ന് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ പർവീൺ പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം പണിയാനായിട്ട് ഗവൺമെന്റിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും ഈ റോഡ് വീതി കൂട്ടി പണിതതിന് ശേഷം ആ റോഡിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്മാരകം പണിത് സ്ഥാപിക്കുമെന്ന് ഗവൺമെന്റ് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇതാരെങ്കിലും പറയുന്നുണ്ടോ? എന്താ താര ടോജോ അലക്സേ നിങ്ങൾ ഇത് പറയാത്തത്? നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ, നിങ്ങളാണോ പോസ്റ്റ് ചെയ്തത് എനിക്കറിയില്ല, കോൺഗ്രസ് വൃത്തങ്ങൾ ആരായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടായല്ലോ. ഈ കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ ഇതിന്റെ പിറകിൽ എന്താണെന്ന് അന്വേഷിച്ചു പോകാനുള്ള സ്വാഭാവിക ത്വര പോലും നിങ്ങൾക്കില്ലേ? ഒരാൾ ചുമ്മാ വീട് പൊളിക്കോ? ഒരാൾ വീട്ടിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കോ? ഒന്നെങ്കിൽ മെന്റലായിരിക്കണം, അല്ലെങ്കിൽ റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ എന്താണ്, അത് റെലവന്റ് ആണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? പിണറായി വിജയന് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് കുത്തിക്കൊണ്ട് വന്നതെന്ന് നിങ്ങളുടെ ക്യാപ്ഷനിൽ തന്നെയുള്ള ആ അടിയിലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കാരണവശാലും അതിനെയും ഇതിനെയും തമ്മിൽ താരതമ്യം ചെയ്യണ്ട. UP ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് ഒരുത്തൻ 2 കാലിൽ നടന്നു പോവില്ല. അവന്റെ വീടും ഉണ്ടാവില്ല, അവന്റെ കാലും ഉണ്ടാവില്ല. ഇവിടെ എന്താ അവസ്ഥ? അപ്പൊ രണ്ടും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. UP എന്ന് പറയുന്ന സംസ്ഥാനം കേരളത്തിന്റെ 3 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CAG റിപ്പോർട്ട് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധയിൽപ്പെട്ടു? മനോരമ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് പേജിലൊന്നും പ്രതീക്ഷിക്കേണ്ട, ചെറുതായിട്ട് ഒരു ഫോളോ ആയിട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു വാർത്ത ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മിച്ചക്കമ്മിയുള്ള സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആരാണെന്ന്? എന്താണ് മിച്ചക്കമ്മി? അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. അറിയാത്ത ആളുകളെ പറയുന്നത് വലിയൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം ഇങ്ങനെ ഇഴകീറി പറയേണ്ടതൊക്കെ നമുക്കറിയാം. അറിയാത്തവരുടെ ഉണ്ട്, ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ അറിവില്ലാതെ അവിടെ വരെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർക്കൊക്കെ ഈ ഗതികേട് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം അത് മാറ്റാം. എന്താണ് മിച്ചക്കമ്മി? അതായത് സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ ചെലവുകളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഖജനാവിൽ ബാക്കിയുള്ള പണത്തിനെയാണ് മിച്ചക്കമ്മി എന്ന് പറയുന്നത്. അങ്ങനെ കമ്മി വെച്ചിരിക്കുന്നതിൽ മൊത്തം സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. BJP ഭരിക്കുന്ന 14 സംസ്ഥാനങ്ങളാണ് ഈ മിച്ചക്കമ്മിയിൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള 14 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. കേരളം എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിന് മിച്ചക്കമ്മി എത്ര ഉണ്ട്? മിച്ചക്കമ്മി പോയിട്ട് ഉള്ള കടം മേടിച്ചത് കഴിയാതെ അടുത്തത് മേടിക്കാൻ പോവാ ബാലഗോപാലൻ. നിങ്ങൾ ആരുമായിട്ടാ താരതമ്യം ചെയ്യുന്നത്? താര ടോജോ അലക്സേ പിണറായി വിജയനെയും യോഗി ആദിത്യനാഥിനെയും തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് നിസ്സാരമായിട്ടുള്ള ഉളുപ്പ് പോരാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഒക്കെ നിങ്ങൾ പ്രതിപക്ഷത്ത് മാത്രം ഇരിക്കുന്നത്. നിങ്ങൾക്ക് സത്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാനോ ജനങ്ങളോടൊപ്പം നിൽക്കാനോ യാതൊരു താല്പര്യമില്ല. അത് CPM എങ്ങനെയാണോ ഇപ്പൊ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വില വെക്കുമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നും പറഞ്ഞുകൊണ്ട് കുറെ രാജാക്കന്മാരെ തലയിലേറ്റി അടിമത്തരം കാണിച്ചിടുന്നു.
അടിമത്തരം കാണിച്ച് നടക്കുന്നു. അത് തന്നെ ഞങ്ങളോടും കാണിക്കാൻ പറയുന്നു. വയനാട്ടിലെ കാര്യം നോക്കൂ. ആദ്യം രാഹുൽ ഗാന്ധിനെ കൊണ്ടുവന്ന് വെടലിക്ക് വെച്ചു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിനെ വെടലിക്ക് വെച്ചു. നോക്കിക്കോ, പ്രിയങ്ക ഗാന്ധിയുടെ മകന്റെ പേര് ഇപ്പം എന്താ ഗാന്ധി എന്നാക്കി ഇറക്കി കഴിഞ്ഞു. ഇതുവരെ ആ ചെറുക്കന്റെ സർനെയിം എന്ന് പറയുന്നത് റോബർട്ട് വാദ്ര എന്നുള്ളതായിരുന്നു. അതൊക്കെ മാറ്റി രാജീവ് ഗാന്ധി എന്ന സർനെയിം ഇട്ട് ചെക്കനെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? 18 വയസ്സ് കഴിയുമ്പോൾ അടുത്ത കേരളത്തിലെ വയനാട്ടുകാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനക്കാരെയോ വെടലിക്ക് കൊണ്ടുവന്ന് വെക്കാൻ. നോർത്ത് ഇന്ത്യയിൽ ആർക്കും വേണ്ട. ഒരു ചേനയും ചെയ്യാത്തത് കൊണ്ട് ആർക്കും വേണ്ട. മിനിമം കക്കൂസ് തരാത്തവരെ ആരാടെ പിന്നെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടിസ്ഥാന സൗകര്യങ്ങളായ ബാത്റൂമും കറണ്ടും പോലും ഗ്രാമങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ കൃത്യമായി എത്തിക്കാത്ത നിങ്ങളെ എന്തിനു കൊള്ളാം? ബസ്തർ ഏരിയയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം BJP ഭരിക്കുന്നതിന്റെ ഗുണം എന്താണ്. മാവോയിസ്റ്റുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയ വാർത്ത നിങ്ങൾ കേട്ടായിരുന്നോ? ജീവിച്ചാ മതിയേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്, ഞങ്ങൾ ഒരു പ്രശ്നത്തിനും ഇല്ലാന്ന് പറഞ്ഞോട്ടെ. എന്തുകൊണ്ടാ? അമ്മ അതിരിയാ സത്യത്തിൽ ചന്തിക്ക് വെടികൊണ്ട് ഓരോന്ന് ഓടിയത്. ആരാ വളർത്തിക്കൊണ്ടിരുന്ന ഇവരെ? ഇവരുടെ ശല്യം കാരണം അവിടുത്തെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ഒരു ബസ് പോലും വന്നിട്ടില്ല, ഒരു ലൈറ്റ് പോലും വന്നിട്ടില്ല ഇത്രയും വർഷങ്ങൾ. എന്താ നിങ്ങൾ ചെയ്യാതിരുന്നേ? നിങ്ങൾ ആരെ ഈ നോണ പറഞ്ഞ് പറ്റിക്കുന്നേ? ഈ കേരളത്തിലുള്ള ആളുകൾ പാവപ്പെട്ടവരായതുകൊണ്ട് എല്ലാവർക്കും നോർത്തിലേക്ക് ഒന്നും പോയി അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്നാ ധൈര്യമല്ലേ നിങ്ങൾക്ക്? നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരുപാട് ചാനലുകൾ പറഞ്ഞുതരാം. മലയാളികളായിട്ടുള്ളവർ ഒരു ശാന്തനുവിന്റെ ചാനലുണ്ട്. ഇന്ത്യ ഫുള്ള് ട്രാവൽ ചെയ്യുന്നതാണ്, ഭാര്യയും കൊച്ചുമായിട്ട്. വളരെ സാവധാനത്തിൽ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇന്ത്യയുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാം. എല്ലാം പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയപരമല്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കൊള്ളരുതാത്തതും പറയുന്നുണ്ട്, ഒരു മോശം അനുഭവം പറയുന്നുണ്ട്, നല്ല അനുഭവം പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ അറിയാം. ഇത് തന്നെ നിങ്ങൾ സുജിത് ഭക്തന്റെ കണ്ടോളൂ, സന്തോഷ് കുളങ്ങരയുടെ കണ്ടോളൂ. ഇന്ത്യയെ നന്നായി അറിയാം. ഇപ്പൊ ഈ ലെവലിൽ നിൽക്കുന്ന, അതായത് 10 വർഷം മുമ്പുള്ളതും കാണണം, ഇപ്പോൾ ഉള്ളതും കാണണം. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവരെല്ലാം നുണ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് പാരമ്പര്യമായിട്ട് അറിയാവുന്ന ഒരു തൊഴിൽ അത് മാത്രമാണ്. രാഷ്ട്രീയം എന്നാൽ അതാണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല അങ്ങനത്തെ രാഷ്ട്രീയക്കാരെ നമുക്ക് വേണ്ട എന്നുള്ളത് നമ്മളാണ് തെളിയിക്കേണ്ടത്. അപ്പൊ വെറുതെ വീട് പൊളിച്ചു കളയാൻ മുസ്ലിം ആയതിന്റെ പേരിൽ ഒരാളുടെ വീട് ഇവിടെ പൊളിക്കുന്നില്ല. പുറമ്പോക്ക് ഭൂമിയിൽ വീട് വെച്ചവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് അവർ ഇറക്കി വിടുന്നത്. അവരെ വേറെ സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബുൾഡോസർ കൊണ്ടേ വീട് ഇടിച്ച് പൊളിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലാണ്ട് കമ്പിപ്പാരൊക്കെ കുത്തി പൊളിക്കാനൊന്നും പറ്റില്ല. ബുൾഡോസർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് യോഗി അങ്ങ് മോശമായിക്കോട്ടെ. ഇത് ഇവിടെ എന്നിറങ്ങും എന്നൊരു ആഗ്രഹത്തിന്റെ പേരിലാണ് സത്യത്തിൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ജീവിച്ചിരിക്കാൻ, സേഫ് ആയിട്ടിരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ടാണ്. അപ്പൊ പിണറായി വിജയന്റെ മേന്മയാണത്, കേരളത്തിന്റെ മേന്മയാണത്. എപ്പോ ആര് വന്ന് തലക്കടിച്ചു കൊല്ലും, എപ്പോ മയക്കുമരുന്ന് അടിച്ചവൻ കുത്തിക്കൊല്ലും എന്നറിയാൻ പാടാണ്ടാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ നുണയന്മാരെ ആദ്യം തിരിച്ചറിയാം. ഈ പറയുന്നത് പോലെ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ മഞ്ഞക്കുറ്റി നാട്ടുന്ന ഭരണാധികാരികളുള്ള നാട്ടിൽ രാവിലെ ചായക്ക് വെള്ളം വയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കുറ്റി ഇരിക്കുന്നത്. ഇതെന്താ? ഇത് കേരളത്തിന്റെ കുറ്റിയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ പൊളിക്കണേക്ക് മുമ്പ് 32 ലക്ഷം കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ? അപ്പൊ താരാട്ടോ ജോലക്സേ പ്രതിപക്ഷത്തിരിക്കുള്ളൂ ഇനി അങ്ങോട്ടും. അത് കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.